ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട വിപ്ലവങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണ് ചൈനീസ് വിപ്ലവം എന്ന് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഫാക്ട്സ് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് ചൈനീസ് വിപ്ലവം എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചിട്ട് അതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചൈനീസ് വിപ്ലവം നടക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ഭരണം നടത്തിയിരുന്ന രാജവംശം എന്ന് പറഞ്ഞത് ആരാണ്? മഞ്ചു രാജവംശമാണ് അവിടെ ഭരണം നടത്തിയിരുന്നത്. ഈ മഞ്ചു രാജവംശത്തിൻ്റെ രാജവാഴ്ചക്കെതിരെയായിട്ട് 1911 സൺ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ മഞ്ചു രാജവംശത്തിനെതിരായി നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. ഈ മഞ്ചു രാജവംശത്തിന് വിദേശാധിപത്യവും അതുപോലെ തന്നെ അവരുടെ ഇടപെടലുകളെല്ലാം താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതിനായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളാണ് ഏതൊക്കെ? കറുപ്പ് യുദ്ധം, അതുപോലെ തന്നെ തുറന്ന വാതിൽ നയമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഇംഗ്ലണ്ട് എന്ത് ചെയ്തു? വലിയ തോതിൽ കറുപ്പ് എന്ന ലഹരി ചൈനയിൽ വ്യാപകമാക്കി. അതെന്ത് ചെയ്തു? ഈ കറുപ്പ് ലഹരി ഉപയോഗിച്ച് അവിടുത്തെ ജനത മാനസികമായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. അപ്പോൾ ഇതിനെതിരെല്ലാം ആയിട്ട് നടന്ന യുദ്ധമാണ് ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ സംഭവങ്ങളും എന്താണെന്ന് വിശദമായി തന്നെ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ചൈനീസ് വിപ്ലവം എന്താണെന്ന്. എന്താണ്? ചൈന ഭരിച്ച അവസാന രാജവംശമാണ് ഇത് മഞ്ചു രാജവംശം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു ചൈനയിൽ ഭരണം നടത്തിയിരുന്നത് ആരായിരുന്നു? മഞ്ചു രാജവംശമാണ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. എന്താണ്? ചൈനയിൽ അവസാനമായി ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് ഇത് മഞ്ചു രാജവംശം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ചൈനയിൽ ഭരിച്ച അവസാന രാജവംശമാണ് മഞ്ചു രാജവംശം. ചൈനയിൽ ഭരണം നടത്തിയ അവസാന രാജവംശമാണ് മഞ്ചു രാജവംശം. 1911 സൺ യാറ്റ് സെന്നിന്റെ നേതൃത്വത്തിൽ മഞ്ചു രാജഭരണത്തിനെതിരായി നടന്ന വിപ്ലവമാണ് ഇത് ചൈനീസ് വിപ്ലവം എന്നറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു ഈ മഞ്ചു രാജവംശത്തിന് എതിരായിട്ട് 1911 സൺ യാറ്റ് സെന്നിന്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം. ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച് റിപ്പബ്ലിക്കൻ ഭരണത്തിന് തുടക്കം കുറിച്ച യുദ്ധം ഏതാണെന്ന് ചോദിച്ചാലും അത് ചൈനീസ് വിപ്ലവമാണ്. അപ്പോൾ നോക്കുക, ചൈന ഭരിച്ച അവസാന രാജവംശമാണ് മഞ്ചു രാജവംശം. 1911 സൺ യാറ്റ് സെന്നിന്റെ നേതൃത്വത്തിൽ മഞ്ചു രാജഭരണത്തിനെതിരായി നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം. ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച് റിപ്പബ്ലിക്കൻ ഭരണത്തിന് തുടക്കം കുറിച്ച യുദ്ധം ഏതാണെന്ന് ചോദിച്ചാലും അതേതാണ്? ചൈനീസ് വിപ്ലവമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. വിദേശ ഇടപെടലിലും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച ചൈനീസ് രാജവംശമാണ് മഞ്ചു രാജവംശം. ഇപ്പം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, വിദേശ ഇടപെടലും അതുപോലെ തന്നെ അവരുടെ ആധിപത്യമൊക്കെ എന്തായിരുന്നു? അതിനോടൊക്കെ ഒരു അനുകൂലമായ നിലപാടാണ് മഞ്ചു രാജവംശം എടുത്തിരുന്നത്. യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച പ്രധാനപ്പെട്ട നയങ്ങളാണ് ഏതെല്ലാം? കറുപ്പ് വ്യാപാരവും അതുപോലെ തന്നെ തുറന്ന വാതിൽ നയവും. ഓർത്തിരിക്കുക, കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ വിദേശ ഇടപെടലുകളും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടാണ് മഞ്ചു രാജവംശം സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഇതിനനുകൂലമായിട്ട് തന്നെ എന്ത് ചെയ്തു? യൂറോപ്യന്മാരും അതുപോലെ തന്നെ അമേരിക്കയും എല്ലാം അവരുടേതായ പല നയങ്ങളും ചൈനയിൽ എന്ത് ചെയ്തു? ഇംപ്ലിമെന്റ് ചെയ്തു. അതാണ് ഏത്? കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച ചൈനീസ് രാജവംശമാണ് മഞ്ചു രാജവംശം. യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയങ്ങളാണ് കറുപ്പ് വ്യാപാരവും അതുപോലെ തന്നെ തുറന്ന വാതിൽ നയവും എന്ന കാര്യവും ഓർക്കുക. കറുപ്പ് വ്യാപാരം. ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയെല്ലാം ചൈന വലിയ തോതിൽ തന്നെ എന്ത് ചെയ്തിരുന്നു? മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഏതൊക്കെയാണ്?
പട്ട്, തേയില, മൺപാത്രങ്ങൾ. ഏതൊക്കെയാ? പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയാണ് ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത്. എന്നാൽ എന്ത് സംഭവിച്ചു? ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത് എന്താണ്? ലഹരി പദാർത്ഥമായ കറുപ്പായിരുന്നു എന്ന കാര്യം ഓർക്കുക. ചൈന ഇവിടെ നിന്നും പട്ട്, തേയില, മൺപാത്രങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു. അവരാകട്ടെ എന്ത് ചെയ്തു? ലഹരി പദാർത്ഥമായ കറുപ്പാണ് ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത്. ഇത് ചൈനയുടെ വ്യാപാരത്തെയും അതുപോലെ തന്നെ ഇതിന്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. അപ്പൊ ഈ കറുപ്പ് വ്യാപാരം, ഈ കറുപ്പ് വലിയ തോതിൽ ചൈനയുടെ കമ്പോളങ്ങളിൽ വിറ്റഴിക്കപ്പെട്ടു. ഇതിന്റെ ഉപയോഗം എന്ത് സംഭവിച്ചു? അവരുടെ വ്യാപാരവും തകർന്നു, അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. പെട്ടെന്ന് നോക്കാം. ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയാണ്. ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന ലഹരി പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് കറുപ്പാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിന്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഒരു കാര്യം പ്രധാനമായിട്ട് ഓർക്കുക, കറുപ്പ് വ്യാപാരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിനെ തുടർന്ന് ചൈനയും ബ്രിട്ടനും തമ്മിൽ നടന്ന യുദ്ധമാണ് കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വലിയ തോതിൽ എന്ത് സംഭവിച്ചു? ഈ ബ്രിട്ടൻ കറുപ്പ്, അതായത് കറുപ്പ് എന്ന ലഹരി പദാർത്ഥം ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇതിന്റെ ഉപയോഗം അവിടുത്തെ വ്യാപാരത്തെയും ജനങ്ങളുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇതിനെതിരായിട്ട് ചൈനയും ബ്രിട്ടനും തമ്മിൽ ഒരു യുദ്ധം നടന്നു. ഈ യുദ്ധം അറിയപ്പെടുന്ന പേരാണ് കറുപ്പ് യുദ്ധം അഥവാ ഓപ്പിയം വാർ എന്നത്. ഇതിന്റെ കാലഘട്ടം ഓർത്തിരിക്കുക, 1839 മുതൽ 1842 വരെയാണ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ കറുപ്പ് യുദ്ധം ആരെല്ലാം തമ്മിലായിരുന്നു എന്ന് ചോദിച്ചാൽ ആരൊക്കെ തമ്മിലായിരുന്നു? ചൈനയും ബ്രിട്ടനും തമ്മിലായിരുന്നു എന്ന കാര്യവും മനസ്സിലാക്കി വെക്കുക. ആരൊക്കെ? ബ്രിട്ടനും ചൈനയും തമ്മിലാണ് കറുപ്പ് യുദ്ധം നടന്നത്. വർഷം ഓർത്തിരിക്കുക, 1839 മുതൽ 1842 വരെയായിരുന്നു. യുദ്ധത്തിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കാൻഡൻ കറുപ്പ് പാർട്ടിയായിരുന്നു. അതായത് കറുപ്പ് ധാരാളമായി വിറ്റഴിഞ്ഞ് അല്ലെങ്കിൽ ഉപയോഗിച്ച ഒരു പാർട്ടിയാണ് ഇത് കാൻഡൻ കറുപ്പ് പാർട്ടി എന്ന് പറയുന്നത്. കറുപ്പിന്റെ വളരെ അളവിലുള്ള ഉപയോഗം നടന്ന ഒരു പാർട്ടിയാണ് ഇത് കാൻഡൻ കറുപ്പ് പാർട്ടി എന്ന് പറയുന്നത്. ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായി ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനീസ് പ്രദേശമാണ് ഇത് ഹോങ്കോങ് എന്ന് പറയുന്നത്. ഏതാണ്? ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായി ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനീസ് പ്രദേശം, ചൈനയുടെ പ്രദേശമായ ഹോങ്കോങ് എന്ത് ചെയ്തു? ബ്രിട്ടൻ പിടിച്ചെടുത്തു. ഒന്നാം കറുപ്പ് യുദ്ധത്തിൽ എന്ത് ചെയ്തു? ബ്രിട്ടൻ ചൈനയുടെ പ്രദേശമായ ഹോങ്കോങ് പിടിച്ചെടുത്തു. ചൈനയ്ക്ക് ഹോങ്കോങ് തിരികെ ലഭിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1997 ഹോങ്കോങ് പിന്നീട് ചൈനയ്ക്ക് തിരികെ ലഭിക്കുന്നത്. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ച ഉടമ്പടി ഓർത്തിരിക്കുക, നാൻകിങ് ഉടമ്പടി. ഏതാണ്? നാൻകിങ് ഉടമ്പടിയാണ് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി എന്ന് പറയുന്നത്. രണ്ടാം കറുപ്പ് യുദ്ധം നടന്ന വർഷം 1856 മുതൽ 1860 വരെയാണ്. എത്രയാണ്? 1856 മുതൽ 1860 വരെയാണ് രണ്ടാം കറുപ്പ് യുദ്ധം നടന്ന വർഷം. അപ്പോൾ ഓർക്കുക, ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായി ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനീസ് പ്രദേശം ഏതാണ്? ഹോങ്കോങ് ആണ്. ഈ ഹോങ്കോങ് പിന്നീട് ചൈനയ്ക്ക് തിരികെ ലഭിച്ച വർഷം ചോദിച്ചാൽ 1997 ചൈനയ്ക്ക് പിന്നീട് ഹോങ്കോങ് തിരികെ ലഭിക്കുന്നത്. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ച ഉടമ്പടിയാണ് നാൻകിങ് ഉടമ്പടി എന്ന് പറയുന്നത്. രണ്ടാം കറുപ്പ് യുദ്ധം നടന്ന വർഷമാണ് 1856 മുതൽ 1860 വരെ. ഏതൊക്കെയാണ്? 1856 മുതൽ 1860 വരെ എന്ന കാര്യം ഓർത്തിരിക്കുക. രണ്ടാം കറുപ്പ് യുദ്ധം. പിന്നെ നമ്മൾ പറഞ്ഞു കറുപ്പ് വ്യാപാരം, അതുപോലെ തന്നെ എന്തായിരുന്നു? തുറന്ന വാതിൽ നയം. തുറന്ന വാതിൽ നയം എന്നത് ജോൺ ഹേ എന്ന ആള് കൊണ്ടുവന്നതാണ്. ഇതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? അമേരിക്കയ്ക്ക് ചൈനയുടെ കമ്പോളങ്ങളിൽ വലിയ തോതിൽ എന്തുണ്ടായിരുന്നു? അധികാരം ഉണ്ട് എന്ന് അടിസ്ഥാനമാക്കുന്ന ഒരു നയമായിരുന്നു തുറന്ന വാതിൽ നയം. അതുപോലെ തന്നെ മറ്റ് എല്ലാ രാജ്യങ്ങൾക്കും എന്തുണ്ട്? ചൈനയുടെ കമ്പോളങ്ങളിൽ തുല്യ അവകാശവും അവസരങ്ങളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു നയമായിരുന്നു തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്. അതായത് ചൈനയുടെ കമ്പോളങ്ങളെ എല്ലാ രാജ്യങ്ങൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും? തുല്യ അളവിൽ തന്നെ
ഉപയോഗിക്കാൻ സാധിക്കും, അവിടെ കച്ചവടം നടത്താനുള്ള അവസരമുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട് എന്ന് പറയുന്ന നയമാണ് ഇത് തുറന്ന വാതിൽ നയം. അപ്പൊ നമുക്ക് നോക്കാം. തുറന്ന വാതിൽ നയം 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ചൈനയിൽ വ്യാപാര അനുകൂലങ്ങൾ കരസ്ഥമാക്കാനായി ജോൺ ഹെയ് പ്രഖ്യാപിച്ച നയമാണ്. ആരാണ്? ജോൺ ഹെയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്. ഏതാണ്? തുറന്ന വാതിൽ നയം. ജോൺ ഹെയ്, ഓർത്തിരിക്കുക, ജോൺ ഹെയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരം ഒരുക്കുക എന്നതായിരുന്നു ഈ നയത്തിന്റെ ലക്ഷ്യം. ഈ നയത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാനുള്ള എല്ലാ അവകാശവും അല്ലെങ്കിൽ അവസരവും നൽകുക എന്നതായിരുന്നു. ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്നുള്ള അമേരിക്കയുടെ വാദത്തിനുള്ള അടിസ്ഥാനവും ഏതായിരുന്നു? തുറന്ന വാതിൽ നയമായിരുന്നു. എല്ലാ രാജ്യങ്ങൾക്കും എന്തുണ്ട്? തുല്യ അവകാശവും ഉണ്ട്, അതുപോലെ തന്നെ അവസരവും ഉണ്ട് എന്ന് പറയുന്നതാണ് ഇത് തുറന്ന വാതിൽ നയം എന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഇതിൽ ഈ ഭാഗത്തൊക്കെ പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടത് കറുപ്പ് യുദ്ധം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ തുറന്ന വാതിൽ നയം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഓർത്തിരിക്കുക, അത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ തുറന്ന വാതിൽ നയം ഏത് വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജോൺ ഹേയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർക്കുക. അപ്പോൾ മിന്റിൻ്റെ ഗ്രൂപ്പിൽ ഏതൊക്കെ? SBCID, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ്, അതുപോലെ AFSM എന്നീ തുടങ്ങിയ കോഴ്സുകളെല്ലാം അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്കൗണ്ടിനായി AR001 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുക. ഇതിൽ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ്, അതുപോലെ തന്നെ മാക്സിമം PYQs, മന്ത്ലി വീക്ക്ലി ടെസ്റ്റ് സീരീസ്, മെൻറ്റർഷിപ്പ് ഇതെല്ലാം അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് ബോക്സർ കലാപം എന്താണെന്ന് നോക്കാം. ബോക്സർ കലാപവും ചൈനീസ് വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ എന്താണ് ബോക്സർ കലാപം എന്ന് നമുക്ക് നോക്കാം. മഞ്ചു രാജവംശത്തിനെതിരെ ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ സംഘടിപ്പിച്ച കലാപമാണ് ഇത് ബോക്സർ കലാപം. അപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, അതായത് മഞ്ചു രാജവംശത്തിന്റെ അധികാരത്തിൽ അല്ലെങ്കിൽ അവരുടെ ഭരണത്തിൽ ഈ ചൈനയിലെ ജനങ്ങൾ അസംതൃപ്തരായിരുന്നു. അപ്പോൾ അവർക്കെതിരായിട്ട് ചില രഹസ്യ സംഘടനകൾ സംഘടിപ്പിച്ച കലാപമാണ് ബോക്സർ കലാപം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, മഞ്ചു രാജവംശത്തിനെതിരെ ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ സംഘടിപ്പിച്ച കലാപമാണ് ബോക്സർ കലാപം. ബോക്സർ കലാപം നടന്ന വർഷം ചോദിച്ചാൽ 1900 എന്ന് ഓർത്തിരിക്കുക. എന്നാണ് 1900 ബോക്സർ കലാപം നടന്നത്. ബോക്സർ കലാപത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് ബോക്സർമാരുടെ മുഷ്ടിയുടേതായിരുന്നു. ഈ ബോക്സിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ബോക്സർമാരുടെ മുഷ്ടിയിലെ അതായിരുന്നു എന്തിന്റെ? ബോക്സർ കലാപത്തിന്റെ മുദ്ര. മഞ്ചു രാജവംശത്തിനെതിരെ ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ സംഘടിപ്പിച്ച കലാപമാണ് ബോക്സർ കലാപം. നടന്ന വർഷം 1900. ബോക്സർ കലാപത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് ബോക്സർമാരുടെ മുദ്ര ആയിരുന്നു. ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്ന വർഷം നമ്മൾ പറഞ്ഞു, മഞ്ചു രാജവംശത്തിനെതിരായിട്ട് എന്ത് നടന്നു? വിപ്ലവം നടന്നു 1911. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഒരു റിപ്പബ്ലിക് ഭരണം നിലവിൽ വന്നു. ആ റിപ്പബ്ലിക് ഭരണം അല്ലെങ്കിൽ ആ റിപ്പബ്ലിക് നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ഓർത്തിരിക്കുക, 1912 ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്നത് എന്നാണ്. 1912 ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഓർത്തോർത്ത് വെക്കുക എന്നല്ല, ഓർത്ത് പഠിച്ച് എടുക്കുക. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് ഇത്? സൺ യാറ്റ് സെൻ എന്ന് പറയുന്നത്. ഈ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ഓർത്തിരിക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് സൺ യാറ്റ് സെൻ, ഓർത്തിരിക്കുക. ദക്ഷിണ ചൈനയിൽ സൺ യാറ്റ് സെന്നിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഏത് പാർട്ടിയാണ്? കുമിൻതാങ് പാർട്ടിയാണ്. ഏതാണ്? കുമിൻതാങ് പാർട്ടി. കുമിൻതാങ് പാർട്ടിയാണ് ദക്ഷിണ ചൈനയിൽ സൺ യാറ്റ് സെന്നിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ചത്. പെട്ടെന്ന് നോക്കാം. ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1912. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് സൺ യാറ്റ് സെൻ ആണ്. ദക്ഷിണ ചൈനയിൽ സൺ യാറ്റ് സെന്നിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചത് ഏത് പാർട്ടിയാണെന്ന് ചോദിച്ചാൽ അത് കുമിൻതാങ് പാർട്ടിയാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. സൺ യാറ്റ് സെൻ പ്രാധാന്യം നൽകിയ
ആശയങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പ്രാധാന്യം കൊടുത്ത ആശയങ്ങളാണ് ദേശീയത, ജനാധിപത്യം, അതുപോലെ തന്നെ സോഷ്യലിസം. ഏതൊക്കെയാണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങൾക്കാണ് സൺ യാറ്റ് സെൻ പ്രാധാന്യം നൽകിയത്. 1925 സൺ യാറ്റ് സെന്നിന്റെ മരണശേഷം അധികാരത്തിൽ വന്ന നേതാവാണ് ചിയാങ് കൈഷക്. 1925 എന്ത് സംഭവിക്കുന്നു? സൺ യാറ്റ് സെൻ മരണപ്പെടുന്നു. അതിനുശേഷം അധികാരത്തിൽ വന്ന നേതാവാണ് ചിയാങ് കൈഷക്. പക്ഷെ ചിയാങ് കൈഷക് എങ്ങനെയുള്ള ആളായിരുന്നു? ഒരു ഏകാധിപതിയായിരുന്നു. ആര്? ചിയാങ് കൈഷക് എന്ന് പറയുന്നത്. ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇതിന് തുടക്കം കുറിച്ചത് തന്നെ ആരാണ്? ചിയാങ് കൈഷക് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചത്, ചൈനയിൽ തുടക്കം കുറിച്ചത് ആരാണ്? ചിയാങ് കൈഷക് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ എന്താണ്? സൺ യാറ്റ് സെൻ പ്രാധാന്യം നൽകിയ ആശയങ്ങളാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നത്. 1925 സൺ യാറ്റ് സെന്നിന്റെ മരണശേഷം അധികാരത്തിൽ വന്ന നേതാവാണ് ചിയാങ് കൈഷക്. ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചത് ആരാണ് എന്ന് ചോദിച്ചാലും ചിയാങ് കൈഷക് ആണ് എന്ന കാര്യം ഓർക്കുക. അടുത്ത ഒരു സംഭവ വികാസമാണ് ഇത് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. ലോങ് മാർച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്ക് നോക്കാം. ചിയാങ് കൈഷക് എന്ന ചൈനീസ് ഏകാധിപതിക്കെതിരെ 1934 ലോങ് മാർച്ച് സംഘടിപ്പിച്ച നേതാവ്. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ അത് ഏത് നേതാവാണെന്നാണ്, അതായത് ആരാണ്? ചിയാങ് കൈഷക് എന്ന് നമ്മൾ പറഞ്ഞു. ചിയാങ് കൈഷക് എങ്ങനെയായിരുന്നു? ഒരു ഏകാധിപതിയായിരുന്നു അല്ലേ? അപ്പൊ ഈ ഏകാധിപതിക്കെതിരായിട്ട് 1934 ഈ ഏകാധിപത്യ ഭരണത്തിനെതിരെ 1934 ലോങ് മാർച്ച് സംഘടിപ്പിച്ച നേതാവാണ് മാവോ സേതൂങ്. ഓർത്തിരിക്കുക, മാവോ സേതൂങ്. നമ്മൾ ഈ ചൈനീസ് വിപ്ലവം ഒക്കെ പഠിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് അല്ലേ, മാവോ സേതൂങ് എന്നത്. അപ്പൊ മാവോയാണ് എന്ത് ചെയ്തത്? ലോങ് മാർച്ച് സംഘടിപ്പിച്ചത്. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് പടിഞ്ഞാറ് യനാനിൽ വരെ നടത്തിയ യാത്രയാണ് ഇതെന്നറിയപ്പെടുന്നത് ലോങ് മാർച്ച് എന്ന് അറിയപ്പെടുന്നത്. എവിടെ നിന്നാണ്? 1934 മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് പടിഞ്ഞാറ് യനനിൽ വരെ നടത്തിയ യാത്രയാണ് ഇത് ലോങ് മാർച്ച് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നോക്കിയേ, ചിയാങ് കൈഷക് എന്ന ചൈനീസ് ഏകാധിപതിക്കെതിരെ 1934 ലോങ് മാർച്ച് സംഘടിപ്പിച്ച നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മാവോ സേതൂങ് ആണ് എന്ന കാര്യം ഓർക്കുക. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിൽ കിയാങ്സിയിൽ നിന്ന് പടിഞ്ഞാറ് യനാനിൽ വരെ നടത്തിയ യാത്രയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ഒരു ദീർഘമായ യാത്ര. ആ യാത്രയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത്. അത് ആർക്കെതിരെയാണ് എന്ന് ചോദിച്ചാൽ ചിയാങ് കൈഷക്കിനെതിരെയാണ്. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1934 ആരുടെ നേതൃത്വത്തിലാണ് എന്ന് ചോദിച്ചാൽ മാവോ സേതൂങ്ങിന്റെ നേതൃത്വത്തിലാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. എവിടം തൊട്ട് എവിടം വരെയാണെന്ന് ചോദിച്ചാൽ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് പടിഞ്ഞാറ് യനാനിൽ വരെയാണ് എന്ത് നടന്നത്? ലോങ് മാർച്ച് നടന്നത്. അപ്പൊ ഇത്രയും ഫാക്ട്സ് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? ഈ ഏരിയയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ എന്താണ് ഇത്? ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച് മാവോയുടെ നേതൃത്വത്തിൽ ധാരാളം കൃഷിഭൂമികളും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്നും പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകിയ യാത്രയാണ് ഇത് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. ഇത് വെറുതെ ആയിരുന്നു ഈ യാത്ര? അല്ല. എന്ത് സംഭവിച്ചു? അവർ 12,000 കിലോമീറ്ററോളം സഞ്ചരിച്ചു അല്ലേ? 12,000 കിലോമീറ്ററോളം സഞ്ചരിച്ചു മാവോയുടെ നേതൃത്വത്തില്. അതിനുശേഷം എന്ത് സംഭവിച്ചു? അവർ ധാരാളം കൃഷിഭൂമികളും അതുപോലെ തന്നെ അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്നും പിടിച്ചെടുത്ത് ആർക്ക് നൽകി? കർഷകർക്ക് തന്നെ നൽകി. അതാണ് ഇത് ലോങ് മാർച്ച്. കുമിന്താങ് ഭരണത്തിന്റെ അധികാരം നഷ്ടമായതിനെ തുടർന്ന് നമ്മുടെ ചിയാങ് കൈഷക് എന്ത് ചെയ്തു? രാഷ്ട്രീയ അഭയം തേടി. എങ്ങോട്ടേക്കാണ്? തായ്വാനിലേക്കാണ് എന്ന കാര്യം ഓർക്കുക. നമ്മൾ പറഞ്ഞു ചിയാങ് കൈഷക് ആണ് അവിടെ ഭരണം തുടർന്നത്. നമ്മുടെ സൺ യാറ്റ് സെൻ മരിച്ചതിന് ശേഷം ചിയാങ് കൈഷക് അധികാരത്തിൽ വന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭരണം എങ്ങനെയായിരുന്നു? അദ്ദേഹം ഒരു ഏകാധിപതിയായിരുന്നു അല്ലേ? അപ്പൊ ആ ഏകാധിപത്യ ഭരണത്തിനെതിരെ അതിൽ വീർപ്പുമുട്ടിയ ജനങ്ങൾ എന്ത് ചെയ്തു? നമ്മുടെ മാവോ സേതൂങ്ങിന്റെ നേതൃത്വത്തിൽ 1934 ഒരു ലോങ് മാർച്ച് സംഘടിപ്പിച്ചു. ആ ലോങ് മാർച്ചിൽ അവരെന്ത് ചെയ്തു? പ്രഭുക്കന്മാരിൽ നിന്നും ഭൂമികളും അതുപോലെ തന്നെ ഗ്രാമങ്ങളും ഒക്കെ പിടിച്ചെടുത്ത് നമ്മുടെ പാവപ്പെട്ട കർഷകർക്ക് നൽകി. പിന്നീട് സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ കുമിന്താങ് ഭരണത്തിന്റെ അധികാരം എന്ത് ചെയ്തു? നഷ്ടമാവുകയും ചിയാങ് കൈഷക് രാഷ്ട്രീയ അഭയം തേടുകയും ചെയ്തു. എവിടെ? തായ്വാനിൽ. എവിടെയാണ്? തായ്വാനിലാണ് ചിയാങ് കൈഷക്
രാഷ്ട്രീയ അഭയം തേടിയത് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ചിയാങ് കൈഷക്കിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി. അടുത്തത് നമുക്ക് മാവോ സേതുങ് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ചൈനീസ് ഭരണവും ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന നേതാവാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഭാഗത്തു നിന്നും എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്തു നിന്നായിരിക്കും. മാവോ സേതുങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് നോക്കാം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം ചോദിച്ചാൽ 1921 എന്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്. 1921 എന്ന കാര്യം ഓർത്തിരിക്കുക. പ്രധാന നേതാവായിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാവാണ് മാവോ സേതുങ്. ആരാണ്? മാവോ സേതുങ് ആണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാവ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം 1921 എന്ന കാര്യവും ഓർക്കുക. മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള സേന അറിയപ്പെടുന്നതാണ് ചുവപ്പ് സേന. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയറിൽ ധാരാളം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള സേനയാണ് ചുവപ്പ് സേന എന്ന് അറിയപ്പെടുന്നത്. ചൈന മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആയ വർഷമാണ് 1949 ഒക്ടോബർ 1. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന വർഷം ഓർത്തിരിക്കുക. എന്താണ്? ചൈന മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്, അതായത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആയ വർഷമാണ് ഏത്? 1949 ഒക്ടോബർ 1 എന്ന് പറയുന്നത്. ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ്, ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? മാവോ സേതുങ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് ആര്? മാവോ സേതുങ്. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം നടന്ന വർഷമാണ് 1966. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം നടന്ന വർഷം 1966. ചൈനീസ് സാംസ്കാരിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണെന്ന് ചോദിച്ചാലും അത് മാവോ സേതുങ് ആണ് എന്ന കാര്യം ഓർക്കുക. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പ്രസ്താവിച്ചത് ആരാണ്? മാവോ സേതുങ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പ്രസ്താവിച്ചത് മാവോ സേതുങ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അന്തരിച്ച വർഷം, അദ്ദേഹം അന്തരിച്ചത് 1976 മാവോ സേതുങ് എന്ത് ചെയ്തു? അന്തരിച്ചു. നമുക്ക് നോക്കാം. ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു മാവോ സേതുങ്. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം നടന്ന വർഷം ഓർത്തിരിക്കുക 1966. ചൈനീസ് സാംസ്കാരിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് മാവോ സേതുങ്. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പ്രസ്താവിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് മാവോ സേതുങ് ആണ്. അദ്ദേഹം അന്തരിച്ച വർഷമാണ് 1976. അപ്പോൾ ചൈനീസ് വിപ്ലവം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ വിപ്ലവം എന്ന ഭാഗത്ത്, അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്, സിലബസിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി എല്ലാ വിപ്ലവങ്ങളും എന്ത് ചെയ്തു കഴിഞ്ഞു? പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ബാക്കി ഭാഗങ്ങളൊക്കെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കാണുക. ഈ ഭാഗത്തു നിന്നുള്ള നോട്ട്സൊക്കെ തയ്യാറാക്കി തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ഈ ഏരിയയിൽ നിന്നുള്ള ആ ഒരു മാർക്ക് എന്ത് ചെയ്യുക? നഷ്ടപ്പെടാതിരിക്കട്ടെ. അങ്ങനെ നഷ്ടപ്പെടുത്താതെ രീതിയിൽ നിങ്ങൾ പഠിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പറഞ്ഞു, ഇത് പഠിക്കാൻ നേരത്തെ ഇതിൻ്റെ ഒരു സാഹചര്യവും സന്ദർഭവും ഒക്കെ മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന ഫാക്ട്സ് ഒക്കെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മിൻറ്റിൻ്റെ ആപ്പിൽ SBCAD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ASM തുടങ്ങിയ ക്രാഷ് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ള ആളുകൾ ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൽ ലൈവ് ഇൻറ്ററാക്റ്റീവ് സെഷൻസ്, അതുപോലെ തന്നെ വീക്ക്ലി മന്ത്ലി ടെസ്റ്റ് സീരീസ്, കൂടാതെ മെൻറ്റർഷിപ്പ് ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ഡിസ്കൗണ്ടിനായിട്ട് AR001 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. കേട്ടല്ലോ? നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഇനി ഒരു മാർക്ക് നഷ്ടമാകാത്ത രീതിയിൽ നമ്മൾ
പഠിച്ചെടുക്കുക. നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.